നാടിന് സംരക്ഷണം നൽകേണ്ടവർ നാല് ചുമരിനുള്ളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ വീർപ്പുമുട്ടുന്നു. കുടിസുമുറിയിലെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ദുരിതമായി മാറിയിട്ട് വർഷങ്ങളേറെയായി. ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് വാഗൻ ദുരന്തത്തെ അനുസ്മരിപ്പിക്കും വിധം ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ചെറിയ മുറിക്കുള്ളിൽ കുത്തിനിറഞ്ഞ് ഡ്യൂട്ടി ചെയ്യുന്നത്. നേരത്തെ ഇതായിരുന്നു ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ. നാടിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തുന്ന പോലീസുകാർ സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്തിരുന്ന ഇടം. അടുത്ത കാലത്താണ് ബേപ്പൂർ BC റോഡിലെ ഈ കെട്ടിടത്തിലേക്ക് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മാറിയത്. ഇവിടെ അവസ്ഥ വ്യത്യസ്തമല്ല. കെട്ടിടം നല്ലതാണെങ്കിലും ഒരു ഇൻസ്പെക്ടർ അടക്കം 43 പോലീസുകാരാണ് ഈ കുടിസുമുറികളിൽ ജോലി ചെയ്യുന്നത്. അതിൽ തന്നെ 6 വനിതാ പോലീസുകാരും ഉൾപ്പെടും. ഇവർക്കൊന്ന് വസ്ത്രം മാറാനോ വിശ്രമിക്കാനോ പോലും ഈ പോലീസ് സ്റ്റേഷനകത്ത് ഒരിടമില്ല. മാത്രവുമല്ല, കുറ്റവാളികളെ പിടിച്ചാൽ അവരെ സുരക്ഷിതമായി ലോക്കപ്പ് ചെയ്യാൻ പറ്റിയൊരിടം ഈ വാടക കെട്ടിടത്തിനുള്ളിലില്ല. ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷന് വേണ്ടി കണ്ടെത്തിയ പുതിയ സ്ഥലം. ഇത് ഏറെ കാലം മുമ്പ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ സ്ട്രക്ചറാണ്. സിൽക്കിന്റെ ഉള്ളിൽ തുറമുഖ വകുപ്പ് കൈമാറിയ 20 സെന്റ് സ്ഥലത്താണ് ഈ കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചത്. എന്നാൽ ചുവപ്പ് നാടയിൽ കുരുങ്ങി പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ നിന്നും അനങ്ങിയിട്ടില്ല. കടലിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പുകാറ്റേറ്റ് ഇരുമ്പ് തൂണുകളെല്ലാം തുരുമ്പിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 നിലകളിലായി 1.7 കോടി രൂപയ്ക്കാണ് കെട്ടിട നിർമ്മാണത്തിന് കരാർ നൽകിയിരിക്കുന്നത്. വാബ്കോസ് എന്ന കമ്പനി ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം തുക അനുവദിക്കുന്നതിന് ബില്ലുകൾ സമർപ്പിച്ചപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി തുക അനുവദിച്ചില്ല. അതിനെ തുടർന്ന് 2020 പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനം കരാർ കമ്പനിയായ വാബ്കോസ് പ്രവൃത്തി നിർത്തിവെച്ചു. പിന്നീട് കോവിഡിന് ശേഷം 1.94 കോടി രൂപയ്ക്ക് പുതുക്കിയ കരാർ നിശ്ചയിക്കുകയും വീണ്ടും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. 2022 40 ലക്ഷം രൂപ കരാർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ വാബ്കോസിന് കൈമാറി. പഴയ കരാർ നിരക്കിൽ പ്രവൃത്തി മുന്നോട്ടു പോകാനാകില്ലെന്ന് കരാർ കമ്പനി ഉറച്ച നിലപാടെടുത്തതോടെ പ്രവൃത്തി വീണ്ടും നിലച്ചുപോയി. പിന്നീട് നിർമ്മാണം യാതൊരു രീതിയിലും മുന്നോട്ടു പോകാതായതോടെ പോലീസ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കാൻ ധാരണയായി. അവർ പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പാക്കാൻ തയ്യാറാവാതായതോടെ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ ചുവപ്പ് നാടയിൽ തന്നെയാണ്. നാടിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് പരിഹാരം കാണുന്ന പോലീസിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആരുമില്ലെന്നാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.